കഷ്ടപ്പെട്ടു പേരടി. ഞങ്ങളുടെ കാശിങ് തന്നെ, ഞങ്ങൾ പോട്ടെ. കാശോ? ഏത് കാശ്? അല്ലേ, സാറിന് ചോദ്യം കേട്ടില്ലേ? ഏത് കാശെന്നോ? ഇത്ര നേരം ജീപ്പ് തള്ളിത്തത് പിന്നെ ഓശാരത്തിനാ? ടയറിന്റെ കാറ്റ് ഒഴിച്ചു വിട്ടതും പോലെ തോന്നിയ ദിവസം പറയുന്നോ? ഞങ്ങളുടെ കാശ് എന്നില്ലെങ്കിൽ ഞങ്ങൾ കിടന്ന് ബഹളം വെക്കും. എന്നാന്ന് ബഹളം വെച്ചേ? നിങ്ങൾ ബഹളം വെക്കണ്ട. ആൾക്ക് 2 രൂപ വീതം 10 രൂപ. ആരാ ഇതിന്റെ ഹെഡ്? എന്റെ ചേച്ചി, ചമ്മാന്ന് വെച്ചാ ഇങ്ങനുണ്ടോ? കുറച്ചു കാലമായില്ലെങ്കിലും എന്റെ സർവീസിനിടെ ഞാൻ പല എണ്ണത്തിനെയും കണ്ടിട്ടുണ്ട്, കള്ളന്മാരും കേടികളൊക്കെ. പക്ഷെ ഇവറ്റയുടെ ഒന്നും ഒരു രക്ഷയില്ല, തോറ്റ് സലാം വെക്കല്ലാണ്ട്. ആണുങ്ങളാണെ പിടിച്ചേണ്ട പൊട്ടിക്കെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇത് തൊടാൻ പറ്റുമോ? തൊട്ടാ വകുപ്പ് കയറിയാവും. ചുരുക്കത്തിൽ ചേരിയിലെ സുന്ദരികളെല്ലാം കൂടി ഇൻസ്പെക്ടർ സാറിനെ നന്നായി റാഗിയത് ലക്ഷണമുണ്ട്. അതെങ്ങനെ? അല്ല, സുന്ദരികൾ കാണാൻ എങ്ങനെയെന്ന്. ദോഷം പറയാനല്ലോ, ഒന്നും മോശമല്ല, അതുകൊണ്ടുള്ള സുഖം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എവിടെ പോയെന്ന് പറഞ്ഞു? പ്രസാദ് വരുന്നതിനകത്ത് കുറെ നേരം നിന്നു. പിന്നെ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ലേ? നിങ്ങളുടെ ഈ വകുപ്പുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളവരോട് പറയുന്ന പാരമ്പര്യം പണ്ടേ ഇല്ലല്ലോ. രാജേഷ്. അതെ, ഞാൻ തന്നെ, നിന്റെ പഴയ ദാസ്.